അവളപ്പടിയൊன்றுം അഴകില്ലേ അവൾക്ക് ആരും തുണയില്ലേ അവളപ്പടിയൊன்றுം കരയില്ലേ ആരാരും കുറയില്ലേ അവൾ പെരിതാ என்றும் പഠിക്കவில்லை അവളെ പഠിத்தேன் முடிக்கவில்லை അവളൊടുത്തും മുടകിൽ പിടിക്കവില്ലേ ഇരുന്നും കവനിക്ക മറക്കവില്ലേ. ഞാൻ വൃത്തിയായിട്ട് ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പൊ പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഒരു ഡാൻസ് കളിച്ചിട്ടാ പോവാ. നമുക്ക് ഡാൻസ് കളിക്കാം. നമ്മള് ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചില്ല, നമുക്ക് ജോലിക്ക് പോവാം. സോ ഈ ഒരു നഴ്സിംഗ് ജോലിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമുക്ക് ഒരു അൺസർട്ടനിറ്റി ആണ്. അതായത് ഒരു 9 to 5 ജോബിൽ നടക്കുന്ന പോലെ പോവുക, കമ്പ്യൂട്ടറിൽ ഇരിക്കുക, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. എന്നും എന്തെങ്കിലും അത്ഭുതം, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, അങ്ങനെ നമ്മൾക്കകത്ത് ഒത്തിരി സാധനങ്ങൾ ഈ ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ലവ് മൈ ജോബ്, യു നോ. ജർമ്മനീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് നീങ്ങി നടന്നാൽ, നമ്മളൊരു ടൗണിലൂടെ നിരങ്ങി നടന്നാൽ നമുക്ക് ജോയിൻറ്റ്, സിഗരറ്റിൻ്റെ മണം, എല്ലാ മണവും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് കിട്ടും. ഇപ്പോഴത്തെ എൻ്റെ ഒരു 1.5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളൊരു ക്വാളിറ്റി എനിക്ക് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. സോ പറഞ്ഞു വന്നത്, ഈ മണമൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ഞാൻ പണിക്ക് പോകുന്നത്. അതുകൊണ്ട് നല്ല സുഖമായിരിക്കും. ഗൈസ്, ഐ റിയലി ഹോപ്പ് ടുഡേയ്സ് വർക്ക് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. ഇന്നത്തെ വർക്ക് നന്നായാൽ മതിയായിരുന്നു. എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്, 100% വിശ്വാസം. അങ്ങനെ ഇപ്പം ഞാനുള്ള ഇട്ടിരിക്കുന്ന യൂണിഫോം ഈ സ്ഥലത്താണ് ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. ബാക്കി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, ബാക്കി അതൊക്കെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടിക്കും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സ്ഥലം. ഇവിടെയാണ് ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഭയങ്കര സംഭവമാണ്. ഞാൻ ഇവിടെ കണ്ട ഫോണൊക്കെ ഉണ്ട്. ഭയങ്കര സംഭവം, ഒരു തേങ്ങയില്ല. ഭയങ്കര ഷോക്കാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് 8 മണി വരെ ഉണ്ടാവും. രാവിലെ 12 to 8 ആണ്. 8 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഷോക്കാണ്, പല ഷോക്കാണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് നമ്മളിങ്ങനെ ഇങ്ങനൊരു റൂമിൽ ബ്രേക്ക് എടുക്കാം, ചായ കുടിക്കാം, ജീവിതത്തെ പറ്റി ചിന്തിക്കാം, എങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറണം എന്നൊക്കെ ചിന്തിക്കാം. ഇവിടെ ഇരുന്നാണ് ആൾക്കാർ അതൊക്കെ ചെയ്യുന്നത്, മറ്റേ പറയുന്നവർ പറയുന്ന പോലെ. സോ യാ, അതാണിത്. അപ്പോൾ ഇന്നും കൂടെ നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ. ഒരൊറ്റ മോട്ടിവേഷനിലാണ് ഞാനിന്ന് വർക്കിന് വന്നത്. ഇന്നും കൂടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നമുക്ക് ലീവാണ്. അപ്പോൾ നാളെ മറ്റന്നാളുമായിട്ട് വേണം എൻ്റെ ചെടികൾക്കുള്ള വളം വാങ്ങാൻ പോവാൻ. അശ്ശോ, ഞാൻ എന്താണ് ഒരുമാതിരി തള്ളമാരെ പോലെയൊക്കെ സംസാരിക്കുന്നത്, ചെടിക്കുള്ള വളം വാങ്ങണം എന്നൊക്കെ. എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ ഗൈസ്. പക്ഷെ ഞാനിപ്പോഴും ഒരു കുടുംബിനിയായി മാറിയിരിക്കുന്നു. ഗൈസ്, മൂഞ്ച പണിയായിരുന്നു ഗൈസ്. വീട്ടിൽ പോയിട്ട് കരയാം. ഇവിടുന്ന് കരയില്ലേ. ടാറ്റാ. ഒറ്റയ്ക്കൊരു KFC പോകുന്നത്. എപ്പോഴും ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ KFC പോകാറില്ല. ഒന്നാമത്തെ ഭയങ്കര പൈസയാണ്. ഞാൻ ഇപ്പോഴും ഇവിടെ പോകാൻ കാരണം വേറെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാത്ത പൈസ മുടക്കി ചിക്കൻ കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ വീട്ടിലൊന്നുമില്ല. പുറത്തിങ്ങനെ കാണുമ്പോൾ ഭയങ്കര കൂളായിട്ടൊക്കെ തോന്നും. ഈ ഒരു കുട്ടി എന്തോ KFCൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചോ, എന്താ ലൈഫ്, അങ്ങനെയൊക്കെ എനിക്ക് നിങ്ങൾക്ക് തോന്നും. ഒരു തേങ്ങയില്ല. എനിക്ക് സങ്കടം വന്നിട്ട് പാടില്ല. എൻ്റെ 14 യൂറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ 1500 രൂപയ്ക്കുള്ള സാധനമാണ് ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത്. കണ്ടോളൂ. ബില്ല് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ബില്ല് ഞാൻ ഫ്രെയിം ചെയ്ത് വയ്ക്കും. കാരണം ഞാൻ നാളെ എൻ്റെ ചെടിക്ക് വാങ്ങാൻ വളത്തിന് വേണ്ടി വെച്ച പൈസ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പണ്ടാരം വാങ്ങിച്ചു തിന്നണത്. ടൈം ഈസ് 9:30. രാവിലെ 10 മണിക്ക് പോയതാണ്. വീണ്ടും മറ്റൊരു 9:30 ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇതിലും ബാഡായിരുന്നു. ഇതിലും വൈകിയാണ് എത്തിയത്. 10:30 എത്തിയത്. എനിവേസ്, മുഖമൊക്കെ ഒന്ന് കഴുകി കുളിക്കാൻ എനിക്ക് സമയം, എനിക്ക് വയ്യ. ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. നമുക്ക്
ഈ പണ്ടാരത്തിലാണ് എന്തൊക്കെയാണുള്ളത് നോക്കാം. എൻ്റെ ആയുസിൻ്റെ എന്താ പറയുക സേവിങ്സ് ആണ് ഞാൻ ഇതിൽ മുടക്കിയിരിക്കുന്നത്. 14 യൂറോ. എന്തായാലും ഇങ്ങനെ എച്ചിയാണത്. ഭക്ഷണ കാര്യത്തിൽ എച്ചിത്തരം കാണിക്കരുത് മമ്മി എപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്താണ് ഇങ്ങനെയാണോ പോമസ് വരുന്നത്? പോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ്. ഇവിടെ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇതിന് പറയുന്നത്. ഞാൻ ഭയങ്കര ഫ്രഞ്ച് ഫ്രൈസ് അഡിക്റ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുറയ്ക്കണം, കുറച്ചല്ലേ പറ്റൂ. ഫുഡ് ചെയ്യാം. ഇതെങ്ങനെ 2 ഫ്രഞ്ച് ഫ്രൈസ് വന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിത് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു ബർഗർ ഇവിടുത്തെ, അതായത് ചിക്കൻ 2 ബണ്ണിൽ വെച്ച് തരുന്ന തന്നെയാണ്. കറക്റ്റ് ബർഗറൊന്നും അല്ല. KFC McDയിലെ ബർഗറൊന്നും ഞാൻ ഭയങ്കര ഫാനൊന്നുമല്ല. ഇത് കുടിക്കാറില്ല, പക്ഷെ ഇത് ആ കോംബോയിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറില്ല. ചിക്കൻ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. ഈ വീട്ടിൽ എത്രമാത്രം പൊടിയുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ 2 ദിവസം കൂടുമ്പോൾ വീട് അടിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വാക്യൂം ക്ലീനർ ഇല്ലാതെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോഫ എനിക്ക് ഇങ്ങടേക്ക് ഇടാനാണ് എൻ്റെ പ്ലാൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മള് വിൻഡോസ് What's my boy doing with the Barbie? ഹലോ. അങ്ങനെ ഞാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസിൽ നമ്മളിങ്ങനെ പുറത്ത് പോകുന്നുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇങ്ങനെ TV-ൻ്റെ പൊസിഷനൊക്കെ മാറ്റി സംഭവമൊക്കെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു പ്ലാൻ ഷോപ്പിൽ പോകണം. കുറച്ച് ബാസ്ക്കറ്റ്സ് വാങ്ങാനുണ്ട്. ശമ്പളം കയറിയിട്ടില്ല. ആകെയുള്ളത് 20 യൂറോയാണ്. 20 യൂറോ എന്ന് വെച്ചാൽ നല്ല 2000 രൂപ. ആ 2000 രൂപയിൽ 1000 രൂപയ്ക്ക് നമുക്കിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. കാരണം എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ കുറേ ചെടികളുണ്ട്. അപ്പോൾ വിന്നർ വരാൻ പോവാണ്. അപ്പോൾ വാടി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് പെസ്റ്റിസൈഡ്സൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ കിട്ടുമോ നോക്കാം. പിന്നെ ഒരു ചട്ടി വാങ്ങണം. കാരണം ഈ ചെടീൻ്റെ ചട്ടി വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ചട്ടി വാങ്ങണം. ആൻഡ് പറ്റച്ചൊരു ബെഡ്ഷീറ്റ് വേണം. ബെഡ്ഷീറ്റ് വാങ്ങാൻ എനിക്ക് പൈസ ഇല്ല. അപ്പോൾ ബെഡ്ഷീറ്റ് കട്ട്. അപ്പോൾ നമുക്ക് പോവാം. ആൻഡ് ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് ഒരു ഗ്രീൻ ഷർട്ട് ഇടുന്നത്. ജർമ്മനിയിൽ പൊതുവെ അങ്ങനെ ആരും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഇടാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബോധേഡാണ്. എനിക്ക് ഓറഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ശരിക്കും ഓറഞ്ചൊക്കെ ഇടാൻ ഭയങ്കര ഒരു ചമ്മലാണ് ഇവിടെ. ബിക്കോസ് ജർമ്മനിയിൽ നിങ്ങൾക്ക് ഒക്കെ അറിയാം ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ ഇതൊക്കെയാണ് ഇവിടെ. ഭയങ്കര നോയ്സ് വരുന്നുണ്ടല്ലേ. എനിവേസ് സോ ഞാൻ ഗ്രീൻ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് പോയി. അപ്പോൾ പോവാല്ലേ. വെയിറ്റ് ഞാനൊരു ജൂട്ട് ബാഗ് വാങ്ങി ഗൈസ്. കൊള്ളാം. ഇതിങ്ങനെ ഇടുക. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പോകുന്നതാണെന്നൊക്കെ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. എനിവേസ് പോകാം. ബയോ. സോ കുറേ ആയി നമ്മളൊന്ന് സംസാരിച്ചിട്ടല്ലേ. ഞാനിപ്പോൾ കുറച്ചധികമായിട്ട് വീഡിയോസ് എടുക്കുന്നതിലും കാണിക്കുന്നതിലും ഫോക്കസ് ചെയ്യുന്നത്. വർത്താനം പറയുന്നതിലും കൂടുതൽ
അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ വർത്താനം പറയുന്ന ബോറ് അടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും സംസാരം കുറച്ചത്. ഇനിയിപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഓടിച്ചു വിടാം, അല്ലെങ്കിൽ കണ്ടിരിക്കാം. സോ എന്നാ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ലൈഫ് ഇൻ ജർമ്മനി അപ്ഡേറ്റ്സ് അങ്ങനെയൊക്കെയാണ്. ഒത്തിരി പേര് ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിക്ക് വീണ്ടും വരാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളി ആയിരിക്കും, നിങ്ങൾ വന്ന് നോക്ക്. എനിക്ക് എന്താ പറയണ്ടെന്ന് പറയത്തില്ല. സോ നഴ്സിംഗ് ഔസ്ബിൾഡിങ്ങിനെ പറ്റിയിട്ട് തന്നെ ലൈക്ക് എല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. നമുക്ക് വേറെയും ഔസ്ബിൾഡിങ് ഓപ്പർച്യൂണിറ്റീസും പരിപാടികളൊക്കെ ഉണ്ട്. ആൻഡ് എന്നോട് എൻ്റെ ഒരു വളരെ ഈ അടുത്ത് കണ്ട ഒരു കുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ലൈക്ക് ഞങ്ങൾ കുറച്ചധികം നേരം സംസാരിച്ചു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, എന്താ അയ്യോ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ ഭയങ്കര അടിപൊളിയാണെന്ന്, ഭയങ്കര സംഭവമാണെന്ന് എന്നൊക്കെ. ലൈക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. വീഡിയോസിൽ കാണുന്നത് മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ദർ ആർ ഡേയ്സ് വേർ കരഞ്ഞോണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ദിവസങ്ങളുണ്ട്. ലൈക്ക് വീട്ടിൽ ഫുഡില്ലാത്ത സമയത്ത് ലൈക്ക് വെറുതെ ബ്രെഡ് കഴിച്ച് കിടക്കേണ്ട വന്ന ദിവസങ്ങളുണ്ട്. പ്രവാസികൾ അതിപ്പോൾ ദുബായിലുള്ളവർക്കും എല്ലാവർക്കും ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ലൈക്ക് യൂറോപ്പിൽ വന്ന് ചെറിയൊരു യങ് ഏജിൽ സെറ്റിൽഡ് ആവുക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡ്രീം ഫോർ മീ. പക്ഷേ ആ ഒരു സ്ട്രഗിളിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലത്തെ നഴ്സിംഗ് ഹോസ്പിറ്റലൊക്കെ എടുക്കുമ്പോൾ ചിന്തിച്ചിട്ട് തന്നെ എടുക്കുക. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ലൈക്ക് ഇഫ് യു ആർ നോട്ട് പാഷനേറ്റ്, ലൈക്ക് ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എടുക്കുന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഗോ ഫോർ എനി അതർ കോഴ്സസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഇത് കുറച്ച് ശോകമാണ്. നമ്മൾ എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് മനസ്സ് മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇതിൽ. ലൈക്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഈ ഒരു ഹൗസ് ബിൽഡ് ഇവിടെ വന്നത്, ജർമ്മനിയിൽ വന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ സ്റ്റേയിങ് ഇൻ ദിസ് ഹൗസ് ബിൽഡിംഗ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഷിറ്റിയസ്റ്റ് ഡിസിഷൻസ് ഞാൻ എടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരബദ്ധമായി തന്നെ പോയി. ഇതിപ്പോൾ ഇത്രയും ഒരു ഇത് കഴിഞ്ഞല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തീർത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല. ഞാൻ എല്ലാം യൂട്യൂബിലാണ് ഓപ്പണായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അയ്യോ ദേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സ്വിറ്റ്സർലൻഡിൽ പോയി, ഇവിടെ പോയി ഇതൊക്കെ ഹൗസ് ബിൽഡിംഗ് കിട്ടുന്ന സ്റ്റൈഫിലോണ്ടാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് എല്ലാവരുടെയും ലൈഫ് എന്ന് വിചാരിച്ച് എല്ലാവരും വരുമ്പോൾ വിചാരിക്കുക ലൈക്ക് എന്നെ പോലെ ഇങ്ങനെ മനസ്സ് മടുത്ത് പോയി പണിയെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇറ്റ്സ് നോട്ട് ഭയങ്കര അടിപൊളിയുള്ളൊരു കാഴ്ചയല്ല. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോയിട്ട് ലൈക്ക് ആരുടെയെങ്കിലും ഒക്കെ പോയിട്ട് ലൈക്ക് അവരെ കുളിപ്പിക്കുന്നത് അത് ഡിവൈൻ ആയിട്ടുള്ള പ്രൊഫഷൻ തന്നെയാണ്. ബട്ട് അത് എല്ലാവർക്കും പറ്റില്ല. പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് ഇത്. ആൻഡ് ഐ ഡോണ്ട് നോ ഞാനിത് കണ്ടിന്യൂ ചെയ്യുമോ, ലൈക്ക് മാറ്റുമോ, വേറെ കോഴ്സിലേക്ക് മാറുമോ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ലൈക്ക് ഇഫ് യു ലൈക്ക് ഇറ്റ് ചൂസ് ഇറ്റ്, അല്ലെങ്കിൽ വേറെ എന്തിനേലേക്കൊക്കെ മാറുന്നതായിരിക്കും നല്ലത്. നല്ല സ്ഥലത്തേക്ക് മാറുക, നല്ല സിറ്റിയിലേക്ക് മാറുക. ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദ സിറ്റി വെർ ഐ ആം സ്റ്റേയിങ് ഇൻ ആൻഡ് എനിക്ക് ഐ വിൽ ബി മൂവിങ് ഔട്ട് ഇവിടുന്ന്. ഞാൻ ഇവിടെ അല്ല ഒരു പ്ലാൻ ചെയ്ത് ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. ബിക്കോസ് വളരെ ചെറിയൊരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈക്ക് ഒരു കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാം കൊണ്ടും എനിക്ക് പേഴ്സണലി ശോകമാണ്. ലൈക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഐ വിൽ ബി മൂവിങ് ഔട്ട്. എവിടേക്കാണെന്നൊക്കെ പിന്നെ പറയാം. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ എന്താ പറയുക, ഷോപ്പിംഗ് ഹോൾ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ ബക്കറ്റ് ചെടി നടാനായിട്ട് ചെടിച്ചട്ടി കിട്ടിയില്ല, അതുകൊണ്ട് ബക്കറ്റിൽ നടാം. ഇതിൽ നമ്മൾ തുളയിടണം. പിന്നെ ഒരു സ്റ്റോറേജ് ബാഗ്,
അത് വേറൊരു ആവശ്യമാണ്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇത് വരെ വാങ്ങാത്ത എൻ്റെ ടേബിളിനും ചെയറിനും വേണ്ടിയിട്ടുള്ള കുഷ്യൻ, കാരണം എനിക്ക് ഐ എം സോ ഒബ്സെസ്ഡ് വിത്ത് ദിസ് കളർ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പച്ച കളർ കണ്ടിട്ടുള്ളത്. ജർമ്മൻ കടകളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയാണ് അവിടെ സാധനങ്ങൾ ഇരിക്കുള്ളൂ. ഗോൾഡൻ പ്ലേറ്റ്, അതർ ഒബ്സഷൻ. എവിടെ ഗോൾഡൻ കളർ കണ്ടാലും വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും ഒരു ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു പൊടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. സോ ഗോൾഡൻ പ്ലേറ്റ്, അതും എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ചിലവ് വന്ന എൻ്റെ സാധനം ബെഡ്ഷീറ്റ്. എൻ്റെ മമ്മിയുടെ മമ്മി, അതായത് എൻ്റെ മമ്മമ്മയുടെ എക്സ്ട്രീം ഒബ്സഷനാണ് ബെഡ്ഷീറ്റ്. എല്ലാവരുടെയും ദുശീലങ്ങളായിരിക്കുമല്ലോ മൂത്ത കുട്ടിക്ക് കിട്ടുക. അങ്ങനെ എനിക്കും എല്ലാവരുടെയും ദുശീലങ്ങൾ കിട്ടി. ഒരു ബെഡ്ഷീറ്റ് വയലറ്റ് എനിക്കില്ലായിരുന്നു, അതാണ് ഞാൻ വാങ്ങിച്ചത്. സോ ബെഡ്ഷീറ്റ്, ചപ്പാത്തി, നൂഡിൽസ്, വീണ്ടും നൂഡിൽസ്, പേഴ്സ്. വേറെ ഒന്നുമില്ല ഗൈസ്. ഇതാണ് ഇതിൽ ഞാൻ കുറച്ച് തുളയിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ എൻ്റെ സാമഗ്രികളാണ്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി ഉള്ള കേട്ടോ, പിടിച്ചിട്ടുള്ള. സോ നമുക്ക് ഇവിടെ മണ്ണിന് പറയുന്നത് എന്തായിരുന്നു, ബ്ലൂമെനേഡ് എന്നാണ് പറയുന്നത്, ബ്ലൂമെനേഡ്. അപ്പോൾ ബ്ലൂമെനേഡ് എല്ലായിടത്തും ഒന്നും അങ്ങനെ കിട്ടാനില്ല. ഞാൻ കുറച്ചധികം തപ്പിപ്പോയിട്ടാണ് സാധനം കിട്ടിയേ. ആൻഡ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്ന ഈ ചെടിക്ക് അത്യാവശ്യം നല്ല എന്ത് വേണം, മണ്ണിൽ എന്തോ സാമാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് കുറച്ച് കോക്കനട്ടിന്റെ കൊയർ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്, ചകിരി പോലെ. പക്ഷെ അതിവിടെ കിട്ടാനില്ല. ഉള്ളത് കൊണ്ട് എന്റെ ചെടി ഓണം പോലെ പോട്ടെ അല്ലേ. Sofa bed for guests. This wall. അങ്ങനെ ഈ വീഡിയോയും എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ ഞാൻ കാണിച്ചതെന്ന് അറിയത്തില്ല. ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തിരിച്ചു വരണം എന്ന് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു വീട് തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക. ലൈക്ക് കാര്യം ഇതൊരു റെൻ്റൽ ഹോമാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, റെൻറ്റിനുള്ള വീടല്ലേ എന്തിന് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ. നിൽക്കുന്ന സ്പേസ് വൃത്തിയായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ വെക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും തന്നെ ലൈക്ക് ഇത്രയും പച്ച, ലൈക്ക് എൻ്റെ വീട് എന്താ ഫുൾ ഗ്രീനറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്തത് കാടോ എന്തത്, എന്തോ വീണ്ടും കാട് കയറിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. ബിക്കോസ് ലൈക്ക് വൈ ഡോണ്ട് ദീസ് പീപ്പിൾ അഡ്മിറ്റ് എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ലൈക്ക് അതിലൊരു സന്തോഷം എന്തുകൊണ്ട് ഇവർ കണ്ടെത്തില്ല. ലൈക്ക് എന്താണ് ആൾക്കാർ എപ്പോഴും
ടു ജെന്യുവിൻ ആവുന്നത് എന്ന് ചിന്തിക്കുമായിരുന്നു. സം പീപ്പിൾ ഇൻറ്റെൻഡ് ടു ബി പ്രിറ്റൻ ലൈക്ക് ഞാൻ ഭയങ്കര ജെന്യുവിൻ ആണ്, അതുകൊണ്ട് നിനക്ക് വിഷമമായാലും ഞാൻ പറയണ്ടോ പറയും എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. എമ്പതി എന്നുള്ള സാധനം ഇല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ലൈക്ക് എനിക്കിങ്ങനെ ലൈക്ക് ദർ ആർ സെർട്ടൈൻ വേസ് എങ്ങനെയാണ് ഒരാളെ ഹേർട്ടാക്കാത്ത രീതിയിൽ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയോ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ദർ ആർ സെർട്ടൈൻ വേസ്. അപ്പോൾ അതറിയാത്ത കുറേ പേര് നമുക്ക് എല്ലാവർക്കും ചുറ്റിലുണ്ട്. അങ്ങനെയുള്ളവരെ മൈൻഡ് ആക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ആദ്യം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും എനിക്ക് അറിയാത്തവർക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, എന്ത് ഭംഗിയായിട്ട വീട്, എന്ത് ഭംഗിയാ, ലൈക്ക് വേറെ ഫ്രണ്ട്സ് വേറെ ആൾക്കാരോട് പറഞ്ഞൊക്കെ ഞാൻ അറിയാൻ തുടങ്ങി. അയ്യോ എന്ത് രസാ വീട് അങ്ങനെയൊക്കെ വെച്ചാൽ ഭയങ്കര സംഭവമുള്ളതൊന്നുമല്ല. പക്ഷെ ഞാൻ മാക്സിമം എന്താ പറയുക എസ്തെറ്റിക് ഒന്നുമല്ല എൻ്റെ വീട്. പക്ഷേ എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ഡ്രീം ചെയ്ത പോലെ ഒരു സ്പേസ് എല്ലായിടത്തും എൻ്റെ ഒരു ടച്ച് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഐ ലവ് മ്യൂസിക്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ടച്ച് എവിടെയെങ്കിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ലവ് ലൈക്ക് ഗോൾഡൻ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ ഗോൾഡൻ ലൈക്ക് ഒരു ടച്ച് വരുന്ന സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ മൈ പേഴ്സണൽ വിഷ് അല്ലേ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തതായിക്കോട്ടെ. ലൈക്ക് ഹൗ യു റിയാക്ട് അല്ലെങ്കിൽ ഹൗ ഡു യു ക്രിട്ടിസൈസ് എന്നുള്ളത് നിങ്ങൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോ അതെന്തോ എനിക്കിപ്പോൾ പറയണം തോന്നി. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് എനിക്കിങ്ങനെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യണേ എല്ലാം ഒന്നും കാണിച്ചു തരാൻ എനിക്ക് പറ്റാറില്ല. പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ കാണിക്കാറുണ്ട്. സോ യാ ഇറ്റ്സ് ജസ്റ്റ് എ റാൻഡം വീഡിയോ കാണിക്കണം തോന്നി. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് പറയുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് സംഭവമൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഫുൾ ടൈം ക്ലാസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഒരേ പേസിലാണ് പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിട്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ എല്ലാ വീക്കിലിയും അപ്ലോഡ് ചെയ്യുക ഒന്നും ചെയ്യാത്തത്. പക്ഷേ ഐ എം ട്രൈങ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഞാൻ ശ്രമിക്കുന്നുണ്ട്. എബ്രോഡ് ലൈഫ് എന്ന് പറയുന്നത് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയിട്ട് പോകുന്നല്ലേ. സംടൈംസ് ഭയങ്കര മൂഡ് സ്വിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് തിരിഞ്ഞു നോക്കൂല അങ്ങനെ. അപ്പോൾ യാ ദാറ്റ് വാസ് ഇറ്റ്. ഇത് ഞാൻ പുതിയ വാങ്ങിച്ച കവറാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അതിലൊരു പച്ചയുടെ എലമെന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പച്ചയാണ് എൻ്റെ ഫേവറേറ്റ് കളർന്ന്. അല്ല, എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആണ്. ആൻഡ് ഗ്രീൻ ഈസ് മൈ സിസ്റ്റേഴ്സ് ഫേവറേറ്റ് കളർ. അവളിങ്ങനെ പച്ച പ്രാന്തിയാണ്. അവൾക്ക് അതുകൊണ്ട് ബർത്ത്ഡേക്ക് പോലും എല്ലാ ഗിഫ്റ്റും പച്ചയാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. സോ യാ ദാറ്റ് വാസ് വൺ ഓഫ് അനദർ ലൈക്ക് ഹോം മേക്ക് ഓവർ അല്ലെങ്കിൽ ഹോം ഡീക്ലട്ടറിങ് നടത്തിയിട്ടില്ല. ബട്ട് ക്ലീനിങ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇഷ്ടമുള്ളവർ കണ്ടിരിക്കുക, എന്തൊക്കെയാണ് കാണണ്ടേന്ന് കമൻറ്റ് ചെയ്യുക. സോ യാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം. ഒരു കാര്യം കൂടെ, ഞാൻ എന്തിനിങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടി ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് എനിക്ക് വേണമെന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് കമ്മിങ് ഹിയർ. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് സെറ്റപ്പ് മാറ്റിയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാം. ഓക്കെ, അലക്സ പ്ലേ കാണുമ്പോൾ പറയാമോ?